ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, സെപ്റ്റംബർ 10th ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എടുക്കാറ്. നാളിനും ഞങ്ങൾ അമ്പലത്തിൽ അങ്ങനെയൊക്കെ പോവും, അതല്ല മെയിനായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്, പക്ഷെ ഞാൻ ലീവ് എടുത്തതാണ്. എല്ലാ കൊല്ലവും ഞാൻ പോകാറുണ്ട്, എല്ലാ കൊല്ലവും ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലുണ്ടാവാറ്. ഇക്കൊല്ലം ഹസ്ബൻഡ് ഉണ്ട് നാട്ടിൽ, പിന്നെ അതേപോലെ തന്നെ മേമയും ഉണ്ണിയോളും എല്ലാവരും വീട്ടിലെ അമ്മയും ഒക്കെ ഉണ്ട്. ബ്രദറിന് വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അവൻ വർക്കിന് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനും ലീവ് എടുത്തു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, സാധാരണത്തെ പോലെ കേക്ക് കട്ടിങ് ഉണ്ട്. പിന്നെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പായിട്ടുള്ള 2020 ബിരിയാണി സെൻറ്ററിൽ നിന്ന് ബിരിയാണിയാണത്. അപ്പോൾ പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. കേക്ക് കട്ടിങ് ഒക്കെ ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ശരിക്കും ഇതല്ല, ഒരു ഡ്രസ്സും കൂടി ഉണ്ട്. അത് ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രോക്കായിരുന്നു, ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും എന്തായാലും ഞാൻ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ഇതിൽ എന്തായാലും ആഡ് ചെയ്യും. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മഴ ഇല്ല എന്നുണ്ടെങ്കിൽ വരിക്കാശ്ശേരി മന ഡാൻസിങ് ഫൗണ്ടനിൻ്റെ അവിടെ നിന്ന് പോയിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബർത്ത്ഡേ അല്ലേ, ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. മഴ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകും. പിന്നെ ഫുഡൊന്നുമില്ല, പായസം ഉണ്ട് കേട്ടോ. നമ്മുടെ വക ഇന്ന് അമ്മ സ്പെഷ്യൽ പായസം ഉണ്ട്, അതും ഉണ്ടാക്കുന്നുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ഒക്കെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ, നോൺ വെജ് തന്നെയാണ്, പുറത്തുനിന്ന് തന്നെയായിരിക്കും. ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കിളികൾ, പട്ടികൾ തുടങ്ങിയ എല്ലാ പക്ഷിമൃഗാദികളുടെ ശബ്ദവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കേൾക്കാം. ഞാൻ മുകളിലേക്ക് വന്നിരിക്കണം, താഴത്ത് ഞാൻ വീട്ടിൻ്റെ അവിടെ നിന്നില്ല. അപ്പം ഞാൻ മുകളിൽ വന്നിട്ടാട്ടോ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മുകളും കൂടി ഒന്ന് കാണിച്ചു തരേ. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുകളിൽ. ഇവിടെ ഈവനിങ് ഒക്കെ വന്നിരിക്കാൻ അടിപൊളിയാണേ. അപ്പോൾ അതാ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെയിലൊക്കെ അറിയിട്ട് നമ്മൾ വരിക്കാശ്ശേരി മന ഭാഗം പോകണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ തരാം, അപ്പോൾ അതിനും ഞങ്ങൾ പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വരിക്കാശ്ശേരി മന അല്ല ഡാൻസിങ് ഫൗണ്ടൻ പോവാണ് കേട്ടോ. ഇതാ ടടാ അപ്പോൾ അതാ നമ്മൾ വരിക്കാശ്ശേരി മൻ്റെ അടുത്തുള്ള ഡാൻസിങ് ഫൗണ്ടനിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി കേട്ടോ. ഇവിടെ ഒറ്റപ്പാലത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ള ബസ്സിൻ്റെ ടൈമൊക്കെ ബോർഡിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ മുകളിലേക്ക് പോയി കഴിഞ്ഞാലുള്ള വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് മുകളിൽ നിന്നാൽ ആ ഭാഗത്തുള്ള പാടം ഫുള്ളായിട്ട് നമുക്ക് ആ പാടം കാണാൻ എന്തു ഭംഗിയെന്നറിയോ. പിന്നെ ആ സൈഡിലൊക്കെ അവർ ഒരുപാട് മരങ്ങൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നാരങ്ങ മരമാണ്. പക്ഷേ ഇതുണ്ടല്ലോ ശരിക്കും നമ്മുടെ ഈ കുട്ടി ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ, അതേപോലെ നമുക്ക് ഈ തോലൊക്കെ ഇങ്ങനെ ശരിക്കും ഉരിയാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ അല്ലി പോലെയൊക്കെ വരുമായിരുന്നേ. പിന്നെ ഇതിപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ, ഇതൊക്കെയും സപ്പോട്ട മരങ്ങളാണ്. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് സപ്പോട്ട, നാരങ്ങ, പിന്നെ അങ്ങനെ ഒരുപാട് ചെടികൾ, പൂക്കൾ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ നേരെ പോകുന്ന സ്ഥലം നമ്മുടെ ആ ഡാൻസിങ് ഫൗണ്ടൻ്റെ ആ സൈഡത്തെ വ്യൂ ആണ്, അതായത് നമ്മുടെ കുളത്തിൻ്റെ വ്യൂ കേട്ടോ. ഇവിടെയാണ് സാറ്റർഡേ സൺഡേസൊക്കെ 7 മണിക്ക് ശരിക്കുള്ള ഷോ ഉണ്ടാവുന്നത്, ലേറ്റ് ഷോ ഒക്കെ ഉണ്ടാവുന്നത്. ഇതിന് താഴെ ഉണ്ടല്ലോ ഒരുപാട് മീനുകൾ, നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് തോന്നും, അത്രയും മീനുകളായിരുന്നേ. അപ്പോൾ അതാ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമുക്ക് നേരെ പോകാനുള്ളത് കേക്ക് ഷോപ്പിലേക്കായിരുന്നു കേട്ടോ. നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മേടിക്കാനായിട്ട് നമുക്ക് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ കേക്ക് ഷോപ്പ് പോയിട്ട് കേക്കൊക്കെ വാങ്ങിയിട്ട് ഇതാ വീടെത്തി.
അങ്ങനെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 1 വയസ്സും കൂടി. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.